ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത വെളിപ്പാട് പുസ്തകം 1 അധ്യായത്തിൻ്റെ 9 വാക്യം. നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യഗണങ്ങളിൽ ഏറ്റവും യേശു സ്നേഹിച്ച ശിഷ്യനായിരുന്നു യോഹന്നാൻ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം കാണുന്നത് പ്രിയ ശിഷ്യനെന്ന്. ഒത്തിരി യേശു പ്രിയപ്പെട്ട ശിഷ്യൻ. 2 യേശുവിൻ്റെ നെഞ്ചോട് ചാഞ്ഞിരിക്കുകയും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മറ്റു സുവിശേഷകന്മാർ പറയാത്ത അനേക രഹസ്യങ്ങൾ യോഹന്നാൻ വെളിപ്പെടുത്തുന്നതൊക്കെ കാണുവാനിടയായിത്തീരുന്നു. മാത്രമല്ല, യോഹന്നാൻ യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് ആണ് എഴുതുന്നത്. മത്തായിയും ലൂക്കോസും അബ്രഹാമിലും ആദമിലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലിയുടെ തുടക്കം പറയുമ്പോൾ യോഹന്നാൻ ആദിയില്ലാത്ത നിലനിന്ന പ്രൈസ് ലോർഡ് ഹല്ലേലൂയ അവസാനമില്ലാത്ത യേശു ദൈവമായിരുന്നുവെന്ന് പ്രൈസ് ലോർഡ്. യേശുവിൻ്റെ തുടക്കം ആർക്കും പറയുവാൻ കഴിയുകയില്ല, കാരണം അവന് ആരംഭമില്ല. ആ ദൈവത്വത്തെക്കുറിച്ചൊക്കെ വിശാലമായി പറയുകയും പ്രൈസ് ലോർഡ് യേശുവിൻ്റെ ദൈവത്വം തെളിയിക്കത്തക്ക രീതിയിൽ യോഹന്നാൻ്റെ ഓരോ യേശു ചെയ്ത അത്ഭുതങ്ങളെയൊക്കെ തെരഞ്ഞെടുത്ത് യേശുവിൻ്റെ ദൈവത്വത്തെ സ്ഥാപിക്കുന്ന പ്രൈസ് ലോർഡ് ഹല്ലേലൂയ അത്ഭുത പ്രവർത്തികളൊക്കെ യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും ഞാൻ യോഹന്നാനെ കുറിച്ച് പറയാൻ ഒരു കാര്യമുണ്ട്. പ്രൈസ് ലോർഡ്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ തിരഞ്ഞെടുത്ത ഈ വാക്യം യോഹന്നാൻ പത്മോസ് ദ്വീപിൽ ആയിരുന്നു എന്ന ഒരു പദം കൊണ്ടാണല്ലോ നമ്മൾ ഇന്നത്തെ ധ്യാന ചിന്തയിൽ എടുത്തിരിക്കുന്നത്. പത്മോസ് ദ്വീപിലായിരുന്നു. അക്കാലഘട്ടത്തിൽ കേവലം കുറ്റവാളികൾക്കും വധശിക്ഷയ്ക്ക് എന്ന് വെച്ചാൽ വധശിക്ഷയേക്കാൾ കഠിനമായ പ്രൈസ് ലോർഡ് ഒരു ശിക്ഷയായിട്ട് കണക്കാക്കുന്ന ഒരു ക്രമീകരണമാണ് പത്മോസ് ദ്വീപിൽ കൊണ്ട് കളയുക എന്നത്. അവിടെ അലഞ്ഞു തിരിഞ്ഞ് ഏതെങ്കിലും ദുഷ്ടമൃഗങ്ങളിൽ കടിച്ച് കൊന്നുകളയുന്ന, ഒരിക്കലും മടങ്ങി വരാൻ സാധ്യതയില്ലാത്തതും, എന്ന് വെച്ചാൽ ഒന്നുകൂടെ പറഞ്ഞാൽ നീറി നാളുകളോളം ആഹാരമില്ലാതെ ഉപദ്രവിക്കപ്പെട്ട് മരിക്കുന്ന ഒരു കൊടിയ ശിക്ഷാവിധിയായിട്ടാണ് പത്മോസ് ദ്വീപിൽ കൊണ്ട് കളയുക എന്നത്. അപ്പോൾ അത്രമാത്രം കഷ്ടതയിലും അത്രമാത്രം ക്രൂരമായ ഒരു ശിക്ഷാവിധിക്ക് വിധിക്കപ്പെട്ടു പോയ യോഹന്നാൻ ആ ശിക്ഷ താൻ വഹിക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ ആ പത്മോസ് എന്ന ദ്വീപിലേക്ക് നാട് കടത്തപ്പെടേണ്ടി വന്നതിൻ്റെ കാരണം യോഹന്നാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അതിൻ്റെ കാരണം പറയുന്നത്, ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം. എന്നുവെച്ചാൽ കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചു, കർത്താവിൻ്റെ വചനത്തിനു വേണ്ടി നിന്നു എന്നുള്ളതാണ് ഈ ക്രൂരമായ ശിക്ഷയ്ക്ക് ഞാൻ വിധേയനാകേണ്ടി വന്നു എന്നുള്ളതാണ് യോഹന്നാൻ ഇവിടെ രേഖപ്പെടുത്തുന്നത്. എന്തിനാണ് ഇത്രയും വിശദമായി ഈ കാര്യങ്ങൾ
ഈ പ്രഭാതത്തിൽ പറയാൻ തയ്യാറായത് എന്ന് ചോദിച്ചാൽ, ഒരു കാരണം എന്നുള്ളത്, ദൈവം എന്തുകൊണ്ട് യോഹന്നാനെ ഈ കഷ്ടതയുടെ അവസ്ഥയിലേക്ക് വിട്ടുകൊടുത്തു, അല്ലെങ്കിൽ ഡൊമീഷ്യൻ്റെ ഇത്രമാത്രം ക്രൂരമായ ഒരു ശിക്ഷാവിധിയിലേക്ക് ദൈവം വിട്ടുകൊടുത്തത് എന്തുകൊണ്ട്? ദൈവം സർവജ്ഞാനിയും സർവശക്തനും സർവവ്യാപിയുമല്ലേ? ദൈവത്തിന് ഇത് തടയാൻ കഴിയുകയില്ലേ എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ വരാം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തെക്കുറിച്ച്, ദൈവിക പ്രവർത്തികളെക്കുറിച്ച് ഇത്രമാത്രം വർണ്ണിച്ച, കർത്താവിൻ്റെ വചനം പ്രസംഗിച്ച, കർത്താവ് ഏറ്റവും സ്നേഹിച്ച, ഹല്ലേലൂയ, കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ചില ആ രഹസ്യങ്ങൾ പങ്കുവെക്കപ്പെട്ട ഈ യോഹന്നാൻ എന്തിന് ഈ ശിക്ഷാവിധിയിലേക്ക് പോയി എന്നൊരു ചോദ്യം ചിലരിൽ വരാം. അതിനുവേണ്ടിയാണ് ഞാൻ അത്രയും വിശദീകരിച്ച ആ ഭാഗങ്ങളിലൂടെ പോകുവാനിടയായത്. ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ദൈവമക്കളെ, സ്തോത്രം. ദൈവം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിന് പറയാൻ ചില വാക്കുകളുണ്ട് എന്നുള്ളത് നമ്മൾ ഗ്രഹിക്കണം. ഹല്ലേലൂയ. ഇവിടെ യോഹന്നാൻ പറയുന്നു, ഞാൻ ഈ പത്മോസിലാകാൻ എനിക്കറിയാൻ കാരണം എന്താ? പ്രൈസ് ദി ലോർഡ്. ഇന്നലെ വരെ ഞാൻ പ്രസംഗിച്ച യേശുവിൻ്റെ വചനം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഞാൻ യേശുവിൻ്റെ സാക്ഷിയായി എന്നുള്ളത് മാത്രമാണ് ഞാൻ ഇത് ഞാൻ അനുഭവിക്കാൻ കാരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ചിന്തയൂടെ ഇതിനോട് ചേർന്ന് ഞാൻ പറയട്ടെ. ഇന്നലെ വരെ പ്രസംഗിച്ച യോഹന്നാൻ്റെ പ്രസംഗത്തെക്കാൾ വിശാലമായതും ശ്രേഷ്ഠമായതും ദൈവഭക്തന്മാരുടെ പ്രത്യാശയ്ക്ക് വർധന ഉണ്ടാക്കുന്നതുമായ വലിയ ഒരു സാക്ഷ്യത്തിനും കൂടി യോഹന്നാൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആകേണ്ടതിനാണ് പത്മോസിലായതെന്ന് നമുക്കറിയാം. കാരണം വെളിപ്പാട് പുസ്തകം നമുക്ക് ലഭിക്കുവാൻ, ഹല്ലേലൂയ, ഒരു ഭക്തൻ്റെ ഭാവിയെക്കുറിച്ച്, സ്തോത്രം, ഹല്ലേലൂയ, സ്വർഗരാജ്യത്തിൻ്റെ പ്രവേശനത്തെക്കുറിച്ച്, ഹല്ലേലൂയ, സ്തോത്രം, ഇങ്ങനെ ഒരു പുസ്തകം നമ്മുടെ പ്രത്യാശയെ വർദ്ധിപ്പിക്കുന്ന, നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന, ഹല്ലേലൂയ, കർത്താവിനോട് ചേർന്ന് ഹല്ലേലൂയ ജീവിക്കുന്ന ആ നിത്യമായ അനുഭവത്തെക്കുറിച്ചൊക്കെ കിട്ടിയ ഈ പുസ്തകം, ഹല്ലേലൂയ, നമ്മുടെ കയ്യിൽ ലഭിക്കുവാൻ യോഹന്നാൻ പത്മോസിലേക്ക് പോയി എന്നുള്ളത് ഇന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുമ്പോൾ, പ്രൈസ്, യോഹന്നാൻ ഇവിടെ പറയുകയാണ്, എനിക്കറിയാം ഞാൻ ഈ അവസ്ഥയിലൂടെ പോകുവാൻ കാരണം എന്താണ്. ഒരു ചിന്ത, ഹല്ലേലൂയ, ഞാൻ പറയട്ടെ ദൈവമക്കളെ, നാം പോകുന്ന വഴികളെക്കുറിച്ച്, നാം ആയിരിക്കുന്ന വലിയ വിഷയങ്ങളെക്കുറിച്ച് നമുക്കൊരറിവുണ്ടായിരിക്കും. ചിലപ്പോഴൊക്കെ നാം പറയുന്നൊരു വാക്കുണ്ട്, ദൈവം എന്നെ മറന്നു, ദൈവം എന്നെ അറിയുന്നില്ല, ദൈവത്തിനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല, ദൈവം എൻ്റെ വാക്കുകൾ കേൾക്കുന്നില്ല, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നില്ല എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഇതിനകത്തൊരു ഉത്തരമുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നാം ആകുന്ന അവസ്ഥകൾ എന്തുകൊണ്ട് എന്നൊരു തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ പിന്നെ പിശാച് അതിന്മേൽ ഒരിക്കലും മുതലെടുക്കുകയില്ല. പലപ്പോഴും ഇന്ന് പല ഭക്തന്മാരായ അല്ലെങ്കിൽ വിശ്വാസികളായ ആളുകൾ, ഞങ്ങൾ എന്തുകൊണ്ട് ഈ വഴിയിലൂടെ പോകുന്നു, എന്തുകൊണ്ട് ഞാൻ രോഗിയായി, എന്തുകൊണ്ട് ഞാൻ ഒറ്റപ്പെട്ടു, എന്തുകൊണ്ട്, സ്തോത്രം, ഈ അവസ്ഥ എനിക്ക് വന്നു എന്നൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ്. പക്ഷെ ദൈവത്തിന് വ്യക്തമായ ഉത്തരം എല്ലാത്തിനുമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ആ അവസ്ഥയെക്കുറിച്ച് നമുക്ക് ഒരു ബോധ്യം വരുന്നുവെങ്കിൽ, സ്തോത്രം, പൈശാചിക മേഖല അതിലൊരിക്കലും ജയമെടുക്കയില്ല എന്നുള്ളതാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന പ്രധാനമായ ചിന്ത. നാം പോകുന്ന അവസ്ഥയെക്കുറിച്ച് നമുക്ക് വ്യക്തമായൊരു ധാരണയുണ്ടായിരിക്കും. ഡൊമീഷ്യൻ്റെ ശക്തിയോ അവൻ്റെ ഹല്ലേലൂയ പ്രവൃത്തിയോ അവൻ്റെ മന്ത്രവാദമോ അവൻ്റെ തന്ത്രങ്ങളോ ഹല്ലേലൂയ ഇതൊന്നുമല്ല യോഹന്നാൻ പത്മോസിൽ പോകാൻ കാരണം. യോഹന്നാൻ പത്മോസിൽ പോകാൻ കാരണം ദൈവത്തിൻ്റെ സാക്ഷിയായി തീർന്നു, ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചു എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇനിയും വലിയ സാക്ഷ്യം തൻ്റെ കയ്യിലേക്ക് ലഭിക്കുവാൻ, പ്രൈസ് ദി ലോർഡ്,
ഇനിയും തൻ്റെ പ്രസംഗത്തിൻ്റെ ഹല്ലേലൂയ സ്തോത്രം ചിന്തകൾ ഹല്ലേലൂയ ഒക്കെ മാറി വിശാലതവും ശ്രേഷ്ഠവുമായത് യോഹന്നാന് സഭയ്ക്ക് കൊടുക്കേണ്ടതിന് വേണ്ടിയാണ് പത്മോസിലേക്ക് യോഹന്നാനെ അയച്ചത്. ആ അറിവ് യോഹന്നാന് ലഭിച്ചു കഴിയുമ്പോൾ പ്രൈസ് ദി ലോർഡ് പിന്നെ പത്മോസിനെ കുറിച്ചോ ഡൊമീഷ്യനെ കുറിച്ചോ അവൻ്റെ ക്രൂരതയെക്കുറിച്ചോ ഒന്നും എഴുതേണ്ട ആവശ്യകത വരുന്നില്ല എന്നുള്ളത് നാം തിരിച്ചറിയും. ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ സ്തോത്രം വേദപുസ്തകത്തിൽ അനേക വ്യക്തികളെ സ്തോത്രം അവർ പോയ വഴികൾ പ്രൈസ് ദി ലോർഡ് അവർ തന്നെ പറഞ്ഞത് നമുക്കറിയുവാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്കൊരു മനുഷ്യനെ യോനയെക്കുറിച്ചറിയാം. യോന താൻ ഹല്ലേലൂയ തർസീസിലേക്ക് പോകുമ്പോൾ എന്ന് വെച്ചാൽ നിനവയിലേക്ക് പോകാൻ ദൈവം പറഞ്ഞു. അവൻ തർസീസിലേക്ക് പോയി. തർസീസിലേക്ക് പോകുമ്പോൾ കാറ്റും കോളുമായിട്ട് താൻ കയറിയ കപ്പൽ ഇളകുന്നു. അവർ ചീട്ടിടുന്നു. യോനയ്ക്കുടെ പേര് ചീട്ട് വീഴുന്നു. യോനയെ അവർ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് നിർത്തുമ്പോൾ യോന പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിമിത്തമാ ഈ കപ്പൽ ഇളകുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ കൊടുങ്കാറ്റ് അടിച്ചത് കൊണ്ടോ ഈ കപ്പൽ കടൽ കടന്ന് ഇളകുന്നു, അതൊന്നും അല്ല കാരണം. ഞാനാണ് കാരണം. യോന പറയുകയാണ്, ഞാനാണ് കാരണം. എന്നെ എടുത്ത് വെള്ളത്തിൽ കളഞ്ഞ ഈ പ്രശ്നം തീരും. പ്രൈസ് ദി ലോർഡ്. യോനയ്ക്കറിയാം അതിൻ്റെ പിന്നിൽ എന്താ കാര്യം നടക്കുന്നത്. കടലിളകുന്നതും കപ്പലിളകുന്നതും സ്തോത്രം ഹല്ലേലൂയ ഈ കപ്പലിലേക്ക് വെള്ളം കയറുന്നതും ഈ കപ്പൽ മുങ്ങാൻ പോകുന്നതിന് കാരണം യോനയ്ക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നീ പോകുന്ന വഴിയുടെ കാരണം നിനക്കറിയാമെങ്കിൽ പിന്നെ നിനക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം സ്തോത്രം യോന പറയുക, എന്നെ എടുത്ത് വെള്ളത്തിൽ കളഞ്ഞ കാര്യം നിർത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെള്ളത്തിലേക്ക് പോയ യോന അവനെ ഒരു മത്സ്യം വിഴുങ്ങും. നമുക്കറിയാം യോന ഒരു മത്സ്യം വിഴുങ്ങുന്നു. മത്സ്യത്തിൻ്റെ വയറ്റിൽ കടന്നുകൊണ്ട് യോന ഒരയ്യം വിളിയുണ്ട്. അവിടെ വെച്ച് യോന സ്തോത്രം ഹല്ലേലൂയ അവൻ നിലവിളിച്ച് തൻ്റെ പാപത്തെ ഏറ്റുപറഞ്ഞ് തൻ്റെ കുറ്റത്തെ ഏറ്റുപറയുന്ന ഒരവസ്ഥയുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഈ മത്സ്യത്തിൻ്റെ വായിൽ വീണത്, ഈ കപ്പലിൽ കപ്പൽ ഇളകിയത്, ഈ കടലിലേക്ക് ഞാൻ വീണത് എല്ലാം ഹല്ലേലൂയ നിൻ്റെ വാക്ക് ലംഘിച്ചു എന്നുള്ളതാ, നിൻ്റെ വാക്കിനെതിരായി പോയി എന്നുള്ളതെന്ന് യോനയ്ക്ക് മനസ്സിലായപ്പോൾ യോന ദൈവത്തിൻ്റെ മുമ്പാകെ തൻ്റെ പാപത്തെക്കുറിച്ച് ഏറ്റുപറയുന്നു. ആ ഏറ്റുപറച്ചിൽ ദൈവം അവനോട് ക്ഷമിക്കുകയും സ്തോത്രം നിനവയ്ക്കെതിരെ പ്രസംഗിക്കുവാൻ നിനവയിലേക്ക് ചെല്ലി ഹല്ലേലൂയ ആ മത്സ്യം കൊണ്ട് അവനെ ഛർദ്ദിക്കുകയും ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കുകയും ചെയ്യുന്ന യോനയെ അവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പം നമ്മൾ പോകുന്ന വഴി അതിൻ്റെ ഹല്ലേലൂയ സ്തോത്രം നമ്മളിപ്പോൾ നിൽക്കുന്ന സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ആ പ്രതിസന്ധികൾ ഹല്ലേലൂയ ഒക്കെ എന്തുകൊണ്ടാണെന്ന് നമുക്കൊരറിവുണ്ടായി കഴിഞ്ഞാൽ അവിടെ സൊല്യൂഷൻ പിന്നെ വരും. യോന തൻ്റെ പാപവും തൻ്റെ തെറ്റുമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ താൻ നിലവിളിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അവിടെ ഒരു വിടുതൽ വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ ഈ മെസ്സേജ് ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുക. കർത്താവ് ഹല്ലേലൂയ സ്തോത്രം നമ്മളോട് സ്തോത്രം സംസാരിക്കാൻ പറയുന്ന ഒരു വചനം ഇത്രയേ ഉള്ളൂ. ദൈവമക്കളെ, നാം പോകുന്ന സാഹചര്യത്തെക്കുറിച്ച് നമുക്കൊരറിവുണ്ടായിരിക്കണം. അതിൽ ഹല്ലേലൂയ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് സ്തോത്രം ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ ഹല്ലേലൂയ അതിനകത്ത അനുഗ്രഹം നമ്മൾ കാണുവാനിടയായിത്തീരും. ഇല്ലെങ്കിൽ പിശാച് അത് മുതലെടുത്ത് നമ്മുടെ വിശ്വാസ ജീവിതത്തെ തകർക്കുവാനിടയാകും. ഞാൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പോകുന്ന വഴിയെക്കുറിച്ച് ഞങ്ങൾക്കൊരു ബോധ്യം വരുത്തണമേ കർത്താവേ. പിശാച് അതിലൊരു ജയമെടുക്കുകയല്ല, പകരം യോഹന്നാൻ പറയുന്നു യേശുവിനെക്കുറിച്ച് പ്രസംഗിച്ചു എന്നതാണ് ഞാനിവിടെ ആയത്. ഹല്ലേലൂയ. യോന പറയുകയാണ്, കടലും കപ്പലും ഒക്കെ ഇളകാൻ കാരണം എൻ്റെ പാപമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ബോധ്യം ഞങ്ങളുടെ ഉള്ളിൽ വന്നാൽ പിശാചിനൊരിക്കലും ജയമെടുക്കാൻ കഴിയില്ല. ഈ ദിവസങ്ങളിൽ ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചുള്ള ബോധ്യം ജനത്തിന് വന്ന് അതിൽ നിന്ന് ഹല്ലേലൂയ സ്തോത്രം കർത്താവിന് മഹത്വം കൊടുക്കുവാനും മടങ്ങി വരുവാനും ഹല്ലേലൂയ ഇടയായിത്തീരുമ്പോൾ അതെപ്പോഴും ഞങ്ങൾക്ക് അനുഗ്രഹമാണല്ലോ. ആ വഴിയിലൂടെ ജനത്തെ നടത്തണം. മഹത്വം അങ്ങയ്ക്ക്. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന ദേവാശ്രം സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനം ദൈവത്തിന് തരട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.